ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാനാണേ. എന്താണെന്നല്ലേ പറയാലോ. നമ്മുടെ സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ ഒരു ട്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്നൊരു കുഞ്ഞു കിളി കൂട് കൂട്ടിയിട്ടുണ്ടേ. 1 മാസം മുമ്പും ഈ സെയിം കിളി തന്നെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് കൂട് കൂട്ടിയത്. അന്ന് 2 മുട്ടയായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. 2 കിളിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നേ. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി കാണണേ. കിളിക്കുഞ്ഞുങ്ങളുണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെയും പറത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മക്കിളി. ഇനി ഞങ്ങൾ ആ കൂട് ചെടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞായിരുന്നേ. 2-3 ദിവസമായി ഈ കിളി ട്രീയെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ആ പഴയ കിളിക്കൂട് അവിടെ ഉണ്ടോയെന്ന് അറിയാനായിരിക്കും അല്ലേ. അതിനുശേഷം ആ അമ്മക്കിളി ചെറിയ കരികിലയും ഉണങ്ങിയ വള്ളിയും എല്ലാം കൊണ്ടുവന്ന് കൂടുണ്ടാക്കാൻ തുടങ്ങുന്നതാട്ടോ നിങ്ങളീ കാണുന്നത്. കണ്ടില്ലേ ഓരോരോ ചുള്ളി കമ്പുകളും ഇലകളും ഒക്കെ കൊണ്ടുവരുന്നത്. എന്ത് രസമായിട്ടല്ലേ കൂടുണ്ടാക്കുന്നത്. കണ്ടിരിക്കാൻ തന്നെ ഭംഗിയാണല്ലേ. ഇതൊരു സൈസ് കുഞ്ഞു കിളിയാട്ടോ. വലിയ വലിപ്പമൊന്നും ഇല്ലാട്ടോ വീഡിയോ കാണുന്നത് പോലെ. ഈ മരം കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ അകത്തൊരു കുഞ്ഞു കിളിക്കൂടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അത്രയും സേഫായിട്ടാണ് ആ കിളി അവിടെ കിളിക്കൂടുണ്ടാക്കുന്നത്. കിളിക്കൂടുണ്ടാക്കി മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളെങ്ങാനും ഇവിടെ നോക്കാൻ ചെന്നാലുണ്ടല്ലോ കിളി നമ്മളെ കൊത്തി ഓടിക്കും കേട്ടോ. മനുഷ്യരെ പോലെ തന്നെയാണല്ലേ കിളികളും. അങ്ങനെ അമ്മക്കിളി കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. ഒറ്റ ദിവസം കൊണ്ടാട്ടോ ഈ കിളിക്കൂട് ഉണ്ടാക്കി തീർന്നത്. അത് നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ആ അമ്മക്കിളിയുടെ കൊക്ക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. ആദ്യം തന്നെ ഏറ്റവും മുകളിൽ വള്ളി വെക്കും. പിന്നെ കരികില കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക അമ്മക്കിളി ചെയ്യുന്നത്. പിന്നെ അമ്മക്കിളി അതിൻ്റെ അകത്ത് ഇരുന്ന് നോക്കൂട്ടോ. അങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് അങ്ങനെ വരും കേട്ടോ. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടയിടാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും ആട്ടോ ഇവർ വന്ന് കൂട് വയ്ക്കുന്നത്. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും മുട്ടയിടും കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം മുട്ടയ്ക്ക് അടയിരിക്കുവേ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വരും കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സൗണ്ടായിരിക്കും കേട്ടോ എല്ലാ കിളികളുടെയും. ചിലപ്പോൾ ഇവരുടെ കസിൻസ് ആയിരിക്കും അല്ലേ. കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. മനുഷ്യരെ പോലെ തന്നെ. അങ്ങനെയാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുണ്ടായി കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മക്കിളി തീറ്റ തേടി പോകും കേട്ടോ. അപ്പോൾ വേറൊരു കിളി ഈ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിരിക്കുന്ന കാണാവേ. അപ്പോൾ കൂടിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയിലാട്ടോ ഈ കൂട് കിളി ഉണ്ടാക്കുന്നത്. ചുള്ളിക്കമ്പും കരിയിലയും എല്ലാം എടുക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ട്രീയുടെ അടുത്ത് ആരെങ്കിലും നിന്നാൽ കിളി കൊത്തി ഓടിക്കും കേട്ടോ നമ്മളെ. ആദ്യം ഈ കിളി കൂട് കൂട്ടി മുട്ടയിട്ടപ്പോൾ കാശിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവനെടുത്ത് കളയുമോ എന്നുള്ള പേടി കൊണ്ട് അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഉണ്ടായപ്പോൾ അവനെ കാണിച്ചു കൊടുത്തു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നേ. പിന്നെ അവൻ ആ കിളിക്കൂടിൻ്റെ ഭാഗത്തേക്ക് പോകാറില്ല കേട്ടോ. കാരണം ആ കിളി കൊത്തുന്നതുകൊണ്ടാണേ. ഈ ജനലിൻ്റെ മുകളിലായിട്ട് കുറേ ഹോള് കണ്ടോ. ആ ഹോളിലും കിളി കൂട് കൂട്ടി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ അകത്തും. അതിനോട് തൊട്ട് ചേർന്നുള്ള ട്രീയിലാണേ മറ്റേ കിളി വന്ന് കൂട് കൂട്ടി മുട്ടയിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സിറ്റൗട്ടിലിരുന്ന് കാണാം കേട്ടോ ഈ കിളി വരുന്നതും പോകുന്നതും കൂട് കൂട്ടുന്നതും എല്ലാം. അങ്ങനെ ഞാൻ സിറ്റൗട്ടിലിരുന്ന് നോക്കൂ കേട്ടോ ഈ കിളി പോകുന്നുണ്ടോയെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ മൊത്തം എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കിളിക്കൂടിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. മഴ പെയ്താലും നനയാത്ത വിധത്തിലാട്ടോ ഈ കൂട് കിളി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ ഈ കൂട് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്നതിൽ നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി. കിളി ആ കൂട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാട്ടോ വന്നത്. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നേ. സാധാരണ 2 മുട്ടയാട്ടോ കഴിഞ്ഞ തവണയൊക്കെ ഇട്ടത്. പക്ഷേ ഇത്തവണ 1 മുട്ട ഉണ്ടായിരുന്നുള്ളേ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കിളി മുട്ടയ്ക്ക് അടയിരിക്കുക എന്നുള്ളതാട്ടോ. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടായിന്ന് നമ്മൾ അറിയുന്നത് തന്നെ കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടിട്ടാണേ. അപ്പോൾ ഇനി കുഞ്ഞുങ്ങളുണ്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.